കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും 8 വർഷമായില്ലേ, കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും അയാളെ ശിക്ഷിക്കുമായിരുന്നു. അപ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതിനെ അനുകൂലിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതുവരെ നീതി ലഭിച്ചില്ല എന്ന് വേണം പറയാം. യഥാർത്ഥത്തിലുള്ള പ്രതികൾ ഇപ്പോഴും ചുറ്റുവട്ടത്ത് നിൽക്കുന്നു. എത്ര ഉന്നതനാണെങ്കിലും അയാൾക്കെതിരെ നടപടി വരേണ്ടതാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടണം, ദിലീപിന് അതിൻ്റെതായ ശിക്ഷ കിട്ടണം. ദിലീപിനെ വെറുതെ വിട്ടത് നല്ല കാര്യമാണ്. ദിലീപ് വെറുതെ വിടാൻ യോഗ്യതയുള്ള ഒരാളായതുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. ദാറ്റ്സ് ഇറ്റ്. നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2017 എന്ന ഒരു വർഷം മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. നമുക്കറിയാം, നടി കൊച്ചിയിൽ വാഹനത്തിനുള്ളിൽ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട ദിവസവും പിന്നാലെ ആ സംഭവത്തിന് പിന്നിൽ ദിലീപിന് പങ്കുണ്ട് എന്ന വെളിപ്പെടുത്തലുകൾ വന്നതും കേരളം ഒന്നടങ്കം ഒരുപാട് കാലം അത് ചർച്ചയാക്കിയതുമൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. എന്തായാലും ഇന്നത്തെ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഈ കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടുള്ള കോടതി വിധി വന്ന ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. അതിജീവിതയ്ക്കൊപ്പം ഇനിയും തുടരുമെന്ന പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, രണ്ട് തട്ടായിട്ട്, അത് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരും ദിലീപിനൊപ്പം നിൽക്കുന്നവരും എന്ന രീതിയിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ തട്ട് കുറച്ചുകൂടി ഒന്ന് വിശാലമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പൊതുജനങ്ങൾക്കും പറയാനുണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയും അതിജീവിതയ്ക്കൊപ്പം ഇനിയും നിൽക്കുമെന്ന നിലപാടുകളാണ് പൊതുജനങ്ങൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത്, പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം നമുക്ക് ചോദിക്കാം. നിരീക്ഷിച്ചാണല്ലോ അത് വിധി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും 8 വർഷമായില്ലേ, കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും അയാളെ ശിക്ഷിക്കുമായിരുന്നു. അപ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതിനെ അനുകൂലിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഇത്രയും വർഷം ദിലീപ് നേരിട്ട മാധ്യമ വിചാരണ, കുറ്റക്കാരനാണെന്ന ഒരു ലേബല്, കരിയറൊക്കെ തകരുന്നു. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് ചെയ്തത് തെറ്റാണ്, ബുദ്ധിമുട്ടാണ്. ഇത്രയും ഒരു വേറെ കാര്യം, കോടതിക്ക് അതേ നിവർത്തിയുള്ളൂ. കോടതിയിൽ പ്രൂഫ് ചെയ്താലേ കോടതിക്ക് വിധി നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വർഷം, 8 വർഷം അയാൾ കുറ്റക്കാരെന്നും പറഞ്ഞ് സംശയത്തിൻ്റെ നിഴലിലായിരുന്ന വ്യക്തിയാണ്. അയാൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അത് കറക്റ്റാണ്, തെറ്റല്ല. ഈ വിധി വന്നതിന് പിന്നാലെ ദിലീപ് മഞ്ജു വാര്യർക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അതായത് മഞ്ജു വാര്യരാണ് ആദ്യം ഗൂഢാലോചന നടന്നു എന്നൊരു കാര്യം പറഞ്ഞത്. അപ്പം തന്നെ മുൻ ഭാര്യയ്ക്കെതിരെ ഒരു ആരോപണം. മഞ്ജു വാര്യരെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ ശരിയില്ല. എന്നാലും മഞ്ജു വാര്യരുടെ അഭിപ്രായം കൂടെ മാറ്റും. കാരണം അവരുടെ ഒരു സംഘടനയുണ്ടായിരുന്നു. ആ സംഘടനയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. RWC അതിൽ കൂടെ നിന്ന് ചെയർമാനായി അതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് കാലം മാറിയ ആളാണ് മഞ്ജു വാര്യർ. അപ്പോൾ അതേപോലെയുള്ള സംഭവം തന്നെ ഇതും. മഞ്ജു വാര്യർ അപ്പോഴപ്പോഴത്തെ തരം കണ്ട് നിൽക്കും. അപ്പോൾ തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ്. തെറ്റുകാർ ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്നാണ് നമ്മുടെ അഭിപ്രായം. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണമല്ലോ, അല്ലേ വേണ്ടത്. അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം, ഉറപ്പായിട്ട് നീതി ലഭിക്കണം. കോടതി വിധിയെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അതിജീവിത അത് അനുഭവിച്ചത് വളരെ ത്യാഗപൂർണമായ ഒരു അനുഭവമായിരുന്നു. അത് ഇതുവരെ നീതി ലഭിച്ചില്ല എന്ന് വേണം പറയാം. യഥാർത്ഥത്തിലുള്ള പ്രതികൾ ഇപ്പോഴും ചുറ്റുവട്ടത്ത് നിൽക്കുന്നു. എത്ര ഉന്നതനാണെങ്കിലും അയാൾക്കെതിരെ നടപടി വരേണ്ടതാണ്. അത് വീണ്ടും അടുത്ത കോടതിയിലേക്ക് പോയി വീണ്ടും നീതി ലഭിക്കേണ്ടതാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടണം, ദിലീപിന് അതിൻ്റെതായ ശിക്ഷ കിട്ടണം. ഞാൻ അതിജീവിതയുടെ കൂടെയാണ്. സ്ത്രീകളായ നമ്മളെല്ലാവരും അതേ ഒരു രീതിയിൽ കടന്നു പോകുന്നവരല്ലേ. അപ്പോൾ ആ അതിജീവിതം അനുഭവിച്ച ആ മനോവേദന നമ്മളെല്ലാം മനസ്സിലാക്കണം. നമ്മളൊക്കെ സ്ത്രീകളല്ലേ, അത്രമാത്രം. അതുകൊണ്ട് നീതി ലഭിക്കണം. ഇപ്പോൾ ഇന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഈ കേസിൽ കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്രയും കാലം ദിലീപ് വേട്ടയാടപ്പെടുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല, അങ്ങനെയൊന്നും ഒരിക്കലില്ല. സത്യങ്ങളെ മറച്ചു വയ്ക്കാനായിട്ടുള്ള ആ ഒരു തീവ്രതമായിട്ടുള്ള ഒരു കെട്ടിച്ചമച്ച ഒരു ഇതായിരുന്നു. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. അതാണ്, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. ദിലീപിനെ വെറുതെ വിട്ടത് നല്ല കാര്യമാണ്. ദിലീപ് വെറുതെ വിടാൻ യോഗ്യതയുള്ള ഒരാളായതുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം ദിലീപ് വേട്ടയാടപ്പെടുകയായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വേട്ടയാടപ്പെടുകയായിരുന്നു. ദിലീപിന് കൃത്യമായി സപ്പോർട്ട് ചെയ്യപ്പെടണം ആൾക്കാർ. പക്ഷേ നമ്മുടെ ജനം എന്താ ചെയ്യുന്നത്? ഒരുത്തനിൽ എന്തെങ്കിലും കുറ്റം ആരെങ്കിലും ആരോപിച്ചാൽ അതിൻ്റെ പുറകെ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ പോകും, എന്നിട്ട് അവനായിട്ട് ഹറാസ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. അത്രേ ഉള്ളൂ. അത് സത്യമല്ലാതൊന്നുമില്ല. ദിലീപൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ ജനറേഷനും നമ്മുടെ ആൾക്കാരൊക്കെ ആ രീതിയിലാണ്. അപ്പോൾ ദിലീപ് വെറുതെ വിടുന്നതിനോടൊപ്പം തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നൊരു ഫാക്ടറോട് തീർച്ചയായിട്ടും നമ്മളെല്ലാം കൂടെ അതിന് സർക്കാരിനെതിരെ സമരത്തിന് ഇറങ്ങണം.
എന്താ പറയുക, ദിലീപ് തീർച്ചയായിട്ടും ഇതിനെതിരെ എന്താ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ പോകുമായിരിക്കും, അവനെ ഇത്രയും നാൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ. അതിനുള്ള സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സാധാരണപ്പെട്ട മനുഷ്യന്മാർക്കാണ് അതൊന്നും ഇല്ലാത്തത്. അവരെ പോലുള്ള ആൾക്കാർക്ക് നീതിക്ക് വേണ്ടി പോരാടി വിജയം വരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റെമ്യൂണറേഷൻ വീണ്ടും എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മേടിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ദേ വിൽ ഗോ ദാറ്റ്. ഈ 8 വർഷം നിന്ന് 8-ാം തീയതി കോടതി വിധി വന്നു. ഈ 8 വർഷം ഭരിച്ചത് LDF ആണ്. പിണറായി പറഞ്ഞു ഒരു സ്ത്രീ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഞാൻ അത് അപ്പോൾ ഇതിലെന്തോ വലിയ അഴിമതി നടന്നു. അപ്പോൾ ഈ സർക്കാർ നേരിട്ട് അപ്പീൽ പോകണം, ഹൈക്കോടതിയിലല്ല വേണ്ടേ, ഇത് നേരിട്ട് സുപ്രീം കോടതി പോകണം. ഇതിങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ ഭാവി പോയോ അത് സർക്കാർ തീരുമാനിക്കണം. ഇനി ഇവിടുന്ന് നേരെ ഹൈക്കോടതി അല്ല, നേരെ സുപ്രീം കോടതി, അത് കഴിഞ്ഞ് പ്രസിഡന്റ് ചിലപ്പോൾ വധശിക്ഷ കിട്ടാമെന്ന് ഈ ആൾക്കാർ കാണും. ഇതൊക്കെ ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, അതിജീവിതയ്ക്ക് നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു അഭിപ്രായമുണ്ടോ? അതിജീവിതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിജീവിത വേറെ ഒന്നിൻ്റെ പുറകെ പോയതല്ല, അതിജീവിതയെ മനഃപൂർവ്വം ആക്രമിച്ചതാണ്. ഇവിടെ MBBSകാരെ 60 പ്രാവശ്യം പീഡിപ്പിച്ചു, LLBക്കാരെ 50 പ്രാവശ്യം പീഡിപ്പിച്ചു. അതുവരെ കോടതി പോയില്ല. ഇത് അതേമാതിരിയല്ല, ആ സ്ത്രീയുടെ ആദ്യ സംഭവമാണ് തന്നെ. അപ്പോൾ അതിന് അന്ന് ഭരിച്ചിരിക്കുന്ന സർക്കാർ ആരാണോ അതിനെ ശക്തമായിട്ട് ചെയ്യണം. അത് ജനങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് സഹോദരിമാരെല്ലാം നാളെയും ജീവിക്കട്ടെ, ഇത്രയും പോരെ. ഹൈക്കോടതിയല്ല, ഇത് സുപ്രീം കോടതിയിലേക്ക് നേരെ വിടണം തീർച്ചയായിട്ടും. ഇനി ഇവൻ സ്വന്തം സിനിമ നിർമ്മാതാവും വിതരണക്കാരൻ, ഇവൻ നാളെ ഇവിടുത്തെ രാജാവും, ഇവൻ ബാക്കിയുള്ളവർ ഒതുക്കും. അതിനുള്ള അവസരം ദിലീപിന് കൊടുക്കരുത്. അപ്പോൾ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. അതിജീവിതയ്ക്കൊപ്പം തന്നെ. ആ സ്ത്രീയുടെ ആദ്യ സംഭവമാണ്. ഇവിടെ 60 പേര് 70 പേര് 80 പേര് എന്നൊക്കെയാണ് കണക്ക് കോടതിയിൽ. ഇത് ആ സ്ത്രീയുടെ ആദ്യ സംഭവമാണ്. ദിലീപ് കുറ്റക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു പെൺകുട്ടി നേരിട്ട് ഇത്രയും വലിയ ഭാവിയില്ലാതെ മാത്രമല്ല ഇത്രയും വലിയൊരു ക്രൂരത നേരിട്ടിട്ട് ആ പെൺകുട്ടി അതിനെ അതിജീവിച്ചു എന്നത് ഇവിടെ വലിയൊരു കാര്യം തന്നെയാണ്. വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് അതിജീവിതയ്ക്ക്. തന്നെ ദിലീപിനെ പുറത്തിറക്കാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് നടന്മാരുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം അയാളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി ലാലേട്ടൻ ഇറങ്ങും, അതുപോലെ ജയറാം സാർ ഇറങ്ങും. അപ്പം അയാളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഈ ലോകത്തെല്ലാവരും വരുള്ളൂ. ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ആരും കാണത്തില്ല. ഞാനും ഒരു പെണ്ണാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എത്രയോ സമൂഹത്തിലെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നാലും സപ്പോർട്ട് പൈസ ഉള്ളവന് തന്നെയാണ്. ഈ ലോകത്ത് പൈസയ്ക്ക് മാത്രമേ ഭൂമിയിൽ വിലയുള്ളൂ. ആ കുട്ടിക്ക് പൈസ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. പക്ഷേ ദിലീപിനെ പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാൽ സാറ് വിചാരിച്ചാൽ പറ്റും, നടന്മാർ വിചാരിച്ചാൽ പറ്റും. കാരണം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസിന് വിചാരിച്ചാൽ വരെ ദിലീപിനെ പുറത്തിറക്കാൻ എല്ലാവരും കാണും. പക്ഷെ ആ പെൺകുട്ടിക്ക് പുറത്തിറക്കാൻ ആര് കാണും? അപ്പം ആരും കാണത്തില്ല. അവർക്കിപ്പോൾ ഒരുപാട് പേര് നിൽപ്പുണ്ട്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി, പാർവതി, റിമാക്കലിംഗില്, അങ്ങനെ ഒരുപാട് പേര് നടിക്കൊപ്പം നിൽക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്. പക്ഷെ എങ്കിൽ പോലും ഇന്ന് ദിലീപാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ദിലീപിനെ ജയിലിൽ കൊണ്ടുപോയിട്ട് തന്നെ നമ്മളെല്ലാവരും വിചാരിച്ച് അറസ്റ്റ് ചെയ്യുമെന്നാണ് കരുതിയത്. പക്ഷെ ദിലീപ് ഇപ്പോൾ പുറത്തിറങ്ങിയില്ലേ? അതെന്തുകൊണ്ടാണ് അവൻ പുറത്തിറങ്ങിയത്? കാരണം അവന് ബാക്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി. ആസ് ഞാനൊരു സോഷ്യൽ വർക്കർ തന്നെയാണ്. ഞാനും ഇതുപോലെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ CWCയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പിള്ളേർക്ക് ഇതുപോലെ മക്കളുമാർ തന്നെ ഒരുപാട് ചെയ്തിട്ടും അവർക്കൊക്കെ അവരെ അച്ഛന്മാരൊക്കെ ജാമ്യം കിട്ടി പുറത്തു പോകുന്നുണ്ട്. അവരാരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല.